ആ പരിമിതിക്കകത്ത് ഇന്ന് ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരാളുടെ മേൽ പോലും ഒരു ചെറിയ മണൽത്തരി പോലും പോലീസിന്റെ ഭാഗത്ത് ഇന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വീഴാതിരുന്നത് എന്ന് നമ്മൾ കാണണം. എനിക്ക് തോന്നുന്നു 14 തവണയാണ് കമ്മീഷൻ ഇവിടെ വന്നത്. നമുക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതി സുപ്രീം കോടതിയിൽ പോയി അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കോടതിയുടെ വിധി നിൽക്കുന്നു. ആ വിധി നിൽക്കുമ്പോൾ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടാകാൻ പാടില്ല. കാരണം എത്രയോ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഒരു ഘട്ടത്തിൽ സീനിയജനുമായി ഞാൻ സംസാരിച്ചിട്ട് നമുക്ക് ഒരു പുനരധിവാസത്തിന്റെ സാധ്യതകൾ. അപ്പോൾ അന്ന് പൊതുവെ ഇവിടെ ഉണ്ടായ അഭിപ്രായം പുനരധിവാസമല്ല, ഇവിടെ തന്നെ താമസിക്കാനുള്ള അവകാശം കിട്ടണം. അവകാശം കിട്ടണം എന്ന് പറയുമ്പോൾ സർക്കാർ ഈ കേസിനകത്തൊരു കക്ഷിയല്ല. കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്നാൽ ആ സാഹചര്യത്തിനും ഒരു ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ പരിമിതിക്കകത്ത് ഇന്ന് ആ പരിമിതിക്കകത്ത് ഇന്ന് ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരാളുടെ മേൽ പോലും ഒരു ചെറിയ മണൽത്തരി പോലും പോലീസിന്റെ ഭാഗത്ത് ഇന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വീഴാതിരുന്നത് എന്ന് നമ്മൾ കാണണം.